യെസ് ശ്രീ സെന്തിൽനാഥെ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. ഒറ്റ കാര്യം, ഈ യഥാർത്ഥ ഡേറ്റ് തന്നെയാണ് ഇപ്പോഴും ശ്രീകോവിലിനകത്തുള്ളത്. കാരണം അത് സംബന്ധിച്ചും പല സംശയങ്ങളും ഉയരുന്നുണ്ട്. ഇതെല്ലാം അടിച്ച് മാറ്റിയവർ ഒരു പക്ഷേ ഈ പറഞ്ഞ കാലയളവിൽ പ്രളയം, കോവിഡ്, അതുപോലെ യുവതീ പ്രവേശം, ആ സമയത്ത് ജനങ്ങളുടെ, അയ്യപ്പ ഭക്തരുടെയൊക്കെ ശ്രദ്ധ തിരിഞ്ഞ സമയത്ത് ഒരുപക്ഷെ അതും ചെയ്തിട്ടുണ്ടാവും. അറിയില്ല എന്താണ് യാഥാർത്ഥ്യം, എന്താണ് വസ്തുത എന്നറിയില്ല. അതിനുള്ള സാധ്യത ഉണ്ടോ? എന്തായാലും ഒരു ജ്യോത്സ്യൻ പറയുന്ന പോലെ ഒരു നിമിത്തവശാൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ രണ്ട് പരസ്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഒന്ന് ഹാർപ്പിക്ക്, ഒന്ന് പല്ല് തേക്കണ പേസ്റ്റ്, രണ്ടും വെളുപ്പിക്കുന്ന സാധനമാണ് എന്ന് പറഞ്ഞ പോലെ ഇത് എവിടെയെങ്കിലും നല്ലൊരു ഡേ ലൈറ്റ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിത്തീരുന്നു വിശ്വസിക്കാം. കാരണം ഇതിൻ്റെ അകത്ത് വളരെ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ അത് വളരെ പൂണ്ടിയതൊരു സിറ്റുവേഷനായിട്ട് മാറും. എന്ന് പറഞ്ഞ പോലെ ആ നിമിത്തപ്രശാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡെഫിനറ്റായിട്ട് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ നല്ല രീതിയിൽ വന്നെത്തും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. ആദ്യം വിശ്വാസമാണ് എല്ലാത്തിനും വലുത്. നമുക്ക് ആ വിശ്വാസം പോയി കഴിഞ്ഞാൽ എല്ലാം പോയല്ലോ. ഹരിവരാസൻ ഈ പറഞ്ഞ പോലെ ശനിദോഷ നിവാരണം കൂടി അതിൻ്റെ അകത്ത് കണ്ടു. അപ്പോൾ 3 കാര്യങ്ങൾ വെച്ച് ഇടയ്ക്ക് നോക്കുമ്പോഴേക്കും അയ്യപ്പൻ ശനിയോട് ബന്ധപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ ഇതിനൊരു റിസൾട്ട് ഡെഫിനറ്റായിട്ട് ഏതെങ്കിലും രൂപത്തിൽ കൊണ്ടുവന്നിരിക്കും എന്നുള്ളതിൽ നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും സ്റ്റിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ വിഗ്രഹം അത്ര എളുപ്പമുള്ളൊരു സംഭവമായിട്ട് ഞാനത് കരുതുന്നില്ല. കാരണം നമ്മുടെ ഒരു വാചീഗ്രഹം അങ്ങോട്ട് അനുവാദത്തിൽ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന ഒരു കൺക്ലൂഷൻ വെച്ച് നോക്കുമ്പോഴേക്കും വിഗ്രഹം കൊണ്ട് ദാറ്റ് വിൽ ബി ടു ഡീപ്പ് ഇൻ ടു ദാറ്റ് വിൽ ഹേർട്ട് സോ മെനി ക്രോസ് ആൻഡ് ക്രോസ് ഓഫ് പീപ്പിൾ. ആ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു. അവിടെ ആരും പിന്നെ ശബരിമലയ്ക്ക് വരണോ വേണ്ടോ എന്ന് ചിന്തിക്കേണ്ട രീതിയിലേക്ക് വരും. അപ്പോൾ ലെറ്റ് us not go very deep into that subject. ഈ പറഞ്ഞ പോലെ നല്ല അതുകൊണ്ട് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായി റിപ്ലിക്ക ഇതൊക്കെ എല്ലാത്തിലും ഇരിക്കട്ടെ ഡെഫിനറ്റാണ്. പക്ഷേ നമ്മൾ അവരെക്കാളും ഒരു ചെറിയ ഗ്രൂപ്പിനേക്കാളും നമ്മൾ ചിന്തിക്കുന്ന ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ബിലീവ് എന്നുള്ളതാണ്. എത്ര പേരാണ് അവിടെ വന്ന് നിരകണ്ണോട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ വെൻ ഐ വർക്കിംഗ് ദർ. അപ്പോൾ അവിടെ നിന്നല്ല, വേറെ ഐ ഹാഡ് വർക്ക്, തിരുപ്പതി ആയിക്കോട്ടെ, എവിടെയാണ് എല്ലാ ക്ഷേത്രവും നിറകണ്ണുകളോടെ വന്ന് നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അത്രയും ഭക്തജനങ്ങളുടെ മനസ്സിൽ നിന്ന് ആ വിശ്വാസം ഇല്ലാണ്ട് ഈ ഒരൊറ്റ സംഭവം കൊണ്ട് മാറിപ്പോയിരുന്നുള്ള ഒരു പ്രത്യാശ കൊണ്ട് പറഞ്ഞെന്ന് മാത്രം. അതുകൊണ്ടാണ് ഈ ഒരു ഉപമയം കൊണ്ടുവന്നത്. 3 വെളുക്കുന്ന സംഭവം, ഒരു ശനിദോഷ വിവാഹം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് അങ്ങോട്ട് എത്തിക്കുന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ ലെറ്റ് us end the day. നമ്മളെല്ലാവരും ഭയങ്കര റിജിഡായിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു തമാശ പറഞ്ഞൊന്ന് എടുത്താൽ മതി. ഐ തിങ്ക് ദാറ്റ് ഇസ് മോർ ക്ലിയർ ആൻഡ് ടു ദാറ്റ്. അല്ല, പക്ഷേ ഇത്ര വലിയ ഒരു റിസൾട്ട് കൊണ്ടുവരുന്ന നമ്മുടെ സമാജത്തിലുള്ളവർക്ക് ഒന്നും അല്ല എന്ന രീതിയിൽ അതിനെ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊന്നും വലിയ വിഷയമല്ല. ഇതിപ്പോൾ എല്ലാവരും മറന്നിരിക്കുകയാണ്. വല്ലപ്പോഴും ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് വീണ്ടും ഇതേക്കുറിച്ചൊക്കെ ഓർമ്മിക്കപ്പെടുന്നത്. അത് മാത്രമല്ല അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നതും. ഗൗരവം മനസ്സിലായി. കറക്റ്റ്, യു ആർ റൈറ്റ് ഓൺ ദാറ്റ്. അപ്പോൾ അതൊരു സത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ആസ് ലോങ് ആസ് ദി ഡിബേറ്റ് ഗോസ് ഓൺ ഓർ സെർച്ച് ഇതേപോലെ ഓരോ സത്യത്തെ വെളിച്ചപ്പെടുത്തുമ്പോഴാണ് കൂടുതൽ ആൾക്കാർക്ക് ഒരു അവയർനെസ് വരുന്നുള്ളൊരു സത്യം അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ കുറേ കൂടി ജാഗ്രതയായിട്ട് മാറുന്നുള്ളതും ഡെഫിനറ്റാണ്. കാരണം അന്നത്തെ സിസ്റ്റം അല്ലല്ലോ. ഇന്നിപ്പോൾ മച്ച് ഹെഡാണ്. ഇപ്പോൾ നടക്കുന്ന സംഭവം അപ്പം തന്നെ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് ഇപ്പോൾ. അപ്പോൾ നോബഡിക്കാൻ അങ്ങനത്തെ ഒരു വലിയ തെഫ്റ്റിലേക്ക് കടക്കാൻ തന്നെ ഭയപ്പെടും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ. ദാറ്റ് ഇസ് ഓൾസോ എ ഫാക്ട് ടു ബി കൺസിഡേർഡ്. All the appreciation goes to Shanil Nambiyar. Your interrogation, ഞാൻ ഇതായിട്ട് പറയുന്നതല്ല, റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്.